പ്രണയത്തിന് വേണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? തന്റെ പ്രണയ സാഫല്യത്തിന് വേണ്ടി 7000 മൈലുകൾ താണ്ടിയ, അതും ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ ചവിട്ടി ഇന്ത്യയിൽ നിന്നും സ്വീഡനിലേക്ക് എത്തിയ പ്രദ്യുമ്നകുമാർ മഹാനന്ദിയുടെ പ്രണയത്തിന്റെ കഥ. 100 Days 100 Stories, Day 81. കേട്ടിട്ട് ദുൽഖർ സൽമാന്റെ CIA എന്ന സിനിമയുടെ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ? ഡൽഹി കോളേജ് ഓഫ് ആർട്സിലെ വിദ്യാർത്ഥിയായിരുന്ന PK മഹാനന്ദിയ ഫ്രീ ടൈമിൽ ഡൽഹിയിലെ കാനോട്ട് പ്ലേസിലെ ഫൗണ്ടൈൻ കാണാനെത്തുന്നവരുടെ പോർട്രേറ്റ്സ് വരച്ചു കൊടുക്കാറുണ്ടായിരുന്നു. 1975 ഡിസംബർ 17 അവിടെ ഒരു അതിഥി എത്തി. സ്വീഡൻകാരിയായ ആൻ ഷാർലറ്റ് വാൻസ്കെറ്റ്. ഷാർലറ്റിന്റെ ചിത്രം വരച്ചു നൽകിയ മഹാനന്ദിയ അവരുടെ കണ്ണുകളിൽ തിളങ്ങുന്ന പ്രണയം കണ്ടു. പിന്നീടുള്ള ദിവസങ്ങളിൽ പരസ്പരം അറിഞ്ഞ് പ്രണയിച്ചവർ ഡൽഹിയിൽ വെച്ച് തന്നെ വിവാഹവും കഴിച്ചു. എന്നാൽ തന്റെ മാതാപിതാക്കളെ കൺവിൻസ് ചെയ്യാനായി സ്വീഡനിലേക്ക് പോയ ഷാർലറ്റിന് തിരികെ വരാനായില്ല. കത്തുകളിലൂടെ അവർ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും സ്വീഡനിലേക്ക് എത്താൻ മഹാനന്ദിയോട് ഷാർലറ്റ് ആവശ്യപ്പെട്ടെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റിന് പണം തികയാതെ ഒടുവിൽ തന്റെ സമ്പാദ്യമെല്ലാം വിറ്റുപറക്കി മഹാനന്ദിയ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങി യാത്ര ആരംഭിച്ചു. 1977 ജനുവരി 22 ആരംഭിച്ച യാത്ര ഡെയിലി 44 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വഴിയിൽ ആളുകളുടെ ചിത്രം വരച്ചു നൽകിയതിന് പ്രതിഫലമായി കിട്ടിയ ചെറിയ തുക കൊണ്ട് ഭക്ഷണവും താമസവും സംഘടിപ്പിച്ച് അയാൾ യാത്ര തുടർന്നു. അഫ്ഗാൻ അതിർത്തി കടന്ന് ഇറാനും തുർക്കിയും കടന്ന് യൂറോപ്പിലേക്ക്, അവിടെ നിന്നും ഷാർലറ്റിന്റെ നാടായ ഗോതൻബർഗിലേക്ക് ട്രെയിൻ പിടിച്ച മഹാനന്ദിയ കൃത്യം 125 ദിവസത്തെ യാത്രകൾക്ക് ശേഷം 1977 മെയ് മാസം 28 തന്റെ പ്രിയതമയ്ക്കരികിൽ. ഇന്നും തങ്ങളുടെ പ്രണയകഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 47 വർഷങ്ങളായി സസന്തോഷം പ്രണയത്തിന്റെ അംബാസഡർമാരായി സ്വീഡനിൽ ജീവിക്കുകയാണ് ഇന്ത്യക്കാരനായ മഹാനന്ദിയും സ്വീഡൻകാരിയായ ഷാർലറ്റും.